Okay, question. A shopkeeper has three types of apples, A, B, and C, with the following stock and individual weight. Type A, 50 apples in stock, 40 gram each. Type B, 40 apples in stock, 60 gram each. Type C, 60 apples in stock, 25 gram each. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ത്രീ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആപ്പിൾസ് ഉണ്ട്. ഓരോന്നിന്റെയും എണ്ണവും അതിന്റെ ഓരോ വെയിറ്റും ഓരോ ആപ്പിളിന്റെ വെയിറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, ഹി സെലക്ട്സ് എ സർട്ടൻ നമ്പർ ഓഫ് ആപ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ത്രീ ടൈപ്സ് ആൻഡ് പ്ലേസസ് ദം ഇൻ ടു എ ക്രേറ്റ് കെ. ദ നമ്പർ ഓഫ് ആപ്പിൾ ചൂസൺ ഫോർ ഈച്ച് ടൈപ്പ് ആർ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 5. ദ നമ്പർ ഓഫ് സി ടൈപ്പ് ആപ്പിൾസ് ഇൻ കെ ഈസ് ദ മിനിമം എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും എത്രയോ ആപ്പിൾ വരും, എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ത്രീ ടൈപ്പിൽ നിന്നും എത്രയോ ആപ്പിൾ വീതം എടുക്കുകയാണ്, എന്നിട്ട് ഒരു ക്രേറ്റ് മീൻസ് ഒരു പാത്രം, ഒരു കൊട്ടയോ അല്ലെ എന്തെങ്കിലും പാത്രത്തിലോട്ട് ഇടുകയാണ്. ദ നമ്പർ ഓഫ് ആപ്പിൾസ് ചൂസൺ ഫോർ ഈച്ച് ടൈപ്പ് ആർ. അപ്പോൾ നമ്പർ ഓഫ് ആപ്പിൾസ് ചൂസൺ, അതായത് സെലക്ട് ചെയ്യുന്ന ആപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, അതില് സി ടൈപ്പ് ആപ്പിൾസ് ആണ്, അതായത് സി ടൈപ്പിൽ നിന്ന് എടുത്ത ആപ്പിൾസ് ആണ് ഏറ്റവും കുറവ്. Okay, if the total weight of all the apples in the crate is 2050 gram, then how many type B apples did the shopkeeper put in the crate? Okay, അപ്പൊ ബിയിൽ നിന്ന് എത്ര എടുത്തെന്നാ പറയുന്നത്, അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് എടുക്കുന്നത്? അത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അപ്പൊ എ ടൈപ്പിൽ നിന്ന് ബി ടൈപ്പിൽ നിന്ന് എത്ര, സി ടൈപ്പിൽ നിന്ന് എത്ര, അല്ലേ? സി ടൈപ്പിലായിരിക്കും ഏറ്റവും കുറവ്. അപ്പൊ അതിന് ഞാൻ 5x എന്ന് എടുക്കുക. അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 5xന്റെ കൂടെ ഒരു 5 കൂടെ കൂട്ടുന്നത്. അടുത്ത ഏതാ? 5xന്റെ കൂടെ 10 കൂട്ടുന്നത്. ഓക്കെ, അതല്ലേ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ്. അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തെറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ മാത്രമാണ്. ഞാൻ വേറൊരു കണ്ടീഷൻ കൊണ്ട് നിങ്ങൾക്ക് പറയാം. എ ബി സി, സി മിനിമം ആയിരിക്കണം 5x. എനിക്ക് എ ടൈപ്പ് ആപ്പിള് 5x പ്ലസ് 5 എടുത്തൂടെ? ബി ടൈപ്പ് ആപ്പിള് 5x പ്ലസ് 10 എടുത്തൂടെ? ഇസ് ദിസ് പോസിബിൾ ഓർ നോട്ട്? ഇവിടെ എ ടൈപ്പ് 5x പ്ലസ് 10ഉം ബി ടൈപ്പ് 5x പ്ലസ് 5ഉം ആണ്. തിരിഞ്ഞും വരാമല്ലോ. എന്താ, സി മിനിമം ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഒരു തെറ്റ്, ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. നമ്മൾ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ആയിരിക്കണം ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് വരണം. അങ്ങനെയല്ല, കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ആയിരിക്കണം എന്നുള്ളൂ. ഞാൻ ചുമ്മാ പറയാം, 5, 10, 15 മൂന്ന് മൾട്ടിപ്പിൾസ് ആയിരിക്കണം. 5, 10, 15 5ന്റെ 3 മൾട്ടിപ്പിൾസ് ആയിരിക്കണം. ഇത് മൂന്നും വരണം. പക്ഷെ ആ ഓർഡർ എങ്ങനെയാണെങ്കിലും വരാം. ഇത് 5, ഇത് 10, 15, അല്ലെ ഇത് 5, ഇത് 10, ഇത് 15 അങ്ങനെ വരാം. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി ടോട്ടൽ വെയിറ്റ് എത്രയാണ്? 2050 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ എ ടൈപ്പ് എടുത്തത് 5x പ്ലസ് 10 ആണെങ്കിൽ ഓരോന്നിനും 40 ഗ്രാം ആണ് വെയിറ്റ്. അപ്പം 40 ഗുണം 5x പ്ലസ് 10 പ്ലസ് അടുത്തത് എത്രയാ? ബി എന്ന് എടുത്തത് 60 ഗ്രാം വീതമാണല്ലോ കിട്ടുക. 60 ഗുണം 5x പ്ലസ് 5, ഇത് 25 ഗ്രാം പ്ലസ് 25 ഇൻറ്റു 5x, ഇതല്ലേ ടോട്ടൽ വെയിറ്റ്. ഇതാണ് എത്രയായിരുന്നു? 2050 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ 40 ഇൻറ്റു 5x എത്രയാണ് പറഞ്ഞേ? 200x പ്ലസ് 40 ഇൻറ്റു 10 40 പ്ലസ് അത് 60 ഇൻറ്റു 5x 300x പ്ലസ് 60 ഇൻറ്റു 5 300 പ്ലസ് 25 ഇൻറ്റു 5x എത്ര? 125x ഈസ് ഈക്വൽ ടു 2050. സോൾവ് ചെയ്യാൻ 200x 300x കിട്ടിയ 500x, ഇത് 625x വരും. ഇവിടെ 300ഉം 40 മാത്രമല്ലേ ഉള്ളൂ. 40 സോറി, ഇവിടെ 40 ഇൻറ്റു 10 400 സോറി, അതായത് ഇവിടെ 400 ഇവിടെ നോക്കെ 700. ഇത് എക്സുകൾ കൂട്ടിയ 500xും 625x ഉണ്ട്. ബാക്കി നമ്പേഴ്സ് 700 700 ഞാൻ അപ്പുറം കൊണ്ടുപോവാണ്. അപ്പുറം കൊണ്ടുപോകുമ്പോൾ 700 ഇവിടെ കുറയും, മൈനസ് ആവും. അപ്പൊ 1350 വരും. 1350. 625നെ 1350 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 620 സെക്കൻഡ് മൾട്ടിപ്പിൾ 1250. 1250 കറക്റ്റ് ആയിരുന്നു. അപ്പൊ 620 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത എക്സ് നമുക്കൊരു ഡെസിമൽ, അതായത് ഒരു ഫ്രാക്ഷൻ അല്ലെ ഡെസിമൽ അല്ലേ വരൂ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുത്തിരിക്കുന്നത്?
കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് പറഞ്ഞാൽ എക്സ് എന്തായിരിക്കണം, ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം, 1 2 3 പോലത്തെ. അതായത് ഡെസിമൽ വന്നാൽ ശരിയാവും. അപ്പൊ ഇത് ഈ കണ്ടീഷൻ തെറ്റാണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ഇനി ഇവിടെ ഞാൻ 5x+5 ആണ് എ ടൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ എത്ര വരും പറഞ്ഞേ? 40 ഇൻറ്റു 5x+5 പ്ലസ് ഇവിടെ 60 അല്ലേ, 60 ഇൻറ്റു 5x+10 പ്ലസ് 25 ഇൻറ്റു 5x. ഇതാണ് 2050. ഇനി ഇവിടെ മൾട്ടിപ്ലൈ 40 ഇൻറ്റു 5x 200x പ്ലസ് 40 ഇൻറ്റു 5 200 പ്ലസ് 60 ഇൻറ്റു 5x 300x പ്ലസ് 60 ഇൻറ്റു 10 600 പ്ലസ് 125x ഉണ്ട് ഫിസിക്കൽ 2050. അപ്പൊ ഇതെല്ലാം ഇവിടെ ആഡ് ചെയ്യും. 125x ഉണ്ട്, ഞാനത് എഴുതിയിട്ടില്ല. 200x 300x കൂടെ 500x ആയി. 125 625x ആയി. അപ്പൊ 625xനെ ഞാൻ ഇവിടെ ഇടുകയാണ്. പിന്നീട് നമ്പർ ഏതൊക്കെ? 600 200 800. 800 ആണല്ലോ. 800 അപ്പുറം പോയി കഴിഞ്ഞാൽ എത്ര ആവും? -800 ആകുമ്പോൾ 1250. കറക്റ്റ്. ക്യാൻസൽ ആവുന്ന നമ്പറാണ്. 625 സെക്കൻഡ് മൾട്ടിപ്പിൾ. അപ്പൊ എക്സ് എത്ര കിട്ടി? 2 കിട്ടി. നാച്ചുറൽ നമ്പർ ആണ്. അപ്പൊ എക്സ് 2 ആണെങ്കിൽ ഇവിടെ ഇത് 10ഉം ബി എടുത്തത് ബി എന്നത് 15 അല്ല, ഇവിടെ 5 ഇൻറ്റു 2 10 പ്ലസ് 10 20 ആണ്. ബി 20, ഇവിടെ നിന്നാണ് 15. മനസ്സിലായോ? 10 15 20. ഈ 10ഉം 15 20 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ്, പക്ഷേ ഓർഡർ മാറാം. അതാണ് നമുക്ക് എപ്പോഴും ഇതിന് മിസ്റ്റേക്ക്. അപ്പൊ ഇനി പറഞ്ഞേ ബി എടുത്ത അപ്പൊ ടോട്ടൽ നമ്പർ എത്ര? 20 എണ്ണമാണ്. സോ ആൻസർ ബി എടുത്തല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഹൗ മെനി ടൈപ്പ് ആണ് ബി? അപ്പൊ 20 ആണ് നമ്മളെ ആൻസർ. ഓക്കെ, ഇതൊരു സാധാരണ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ആ 2 കണ്ടീഷൻ വരുന്നത് നമ്മൾ മിക്കവാറും എടുക്കാൻ മാറിപ്പോകാതെ നമ്മൾക്ക് തെറ്റും. പിന്നെ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തടുത്ത് തന്നെ വരണം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അതാണ് ഒരു തെറ്റ് വരാവുന്നത്. ബാക്കിയുള്ള രീതിയിൽ ഇത് ചെയ്യാവുന്നതായിരുന്നു. അപ്പൊ ഇത് നല്ല നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ മെയിൻസിൽ കുറെ പേര് ഇത് അറ്റൻഡ് ചെയ്തിട്ടില്ല. കാര്യം ഈ ക്വസ്റ്റ്യൻ പോലും വായിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. സോ ബാക്കി അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ ദെൻ ബൈ ഫ്രണ്ട്സ്.